ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2024 അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ എത്തി. ഈ സമയത്ത് തന്നെ ഏറ്റവും അതിശയിപ്പിക്കുന്നത് എന്താണെന്നോ, നമ്മൾ ഇന്നാള് എന്നോണമല്ലേ 2024 കൈപിടിച്ച് സ്വീകരിച്ചത്. ഇത്ര പെട്ടെന്ന് ഇയാൾ പോവുകയാണോ? ശരിക്കും അത്ഭുതം തോന്നുമല്ലേ? ഞാനിങ്ങനെ തമാശയ്ക്ക് ഓർക്കാറുണ്ട്, പണ്ട് നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചൊരു കാര്യമുണ്ട്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാനെടുക്കുന്ന സമയം അത് 24 മണിക്കൂറാണ്. അതിനെ ഒരു ദിവസമെന്ന് നമ്മൾ വിളിക്കുന്നു. അങ്ങനെ 365 ദിവസങ്ങൾ ചേരുമ്പോഴാണ് ഒരു വർഷമാകുന്നത്. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണല്ലോ ഇത് കടന്നുപോയത്? എന്നിട്ട് നമ്മൾ പറയും ഒന്നിനും സമയം തികഞ്ഞില്ല. സത്യത്തിലൂടെ എന്താ സംഭവിച്ചത്? നമ്മുടെ ജീവിതത്തിൻ്റെ സ്പീഡ് കൂടി. ഇടയ്ക്ക് കോവിഡിൻ്റെ രൂപത്തിലൊരു സ്പീഡ് ബ്രേക്കർ വന്നെങ്കിലും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. വണ്ടി ഓടിക്കുമ്പോൾ ഇടയ്ക്ക് സ്പീഡ് കുറയ്ക്കേണ്ടി വന്നാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമില്ലേ, പിന്നെ ഓവർ സ്പീഡ് എടുത്തിട്ട് ആ സമയം കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന, ജീവിതമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷനാണ് പേടി. പേടി പലതരത്തിൽ നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കാറുണ്ട്. പലപ്പോഴും അത് പെർഫോമൻസിനെ ബ്ലോക്ക് ചെയ്യും. പേടിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പേടിപ്പിച്ച് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നവരുമുണ്ട്. മനുഷ്യന് പലതരം പേടികളുണ്ട്. അതിലെ ഏറ്റവും വലിയൊരു പേടിയാണല്ലേ മരണഭയം. അതുകൊണ്ട് ആളുകളെ തോക്ക് കാണിച്ച് കത്തി കാട്ടിയൊക്കെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവരെന്തും കൊടുക്കാനും എന്തും ചെയ്യാനും തയ്യാറാവും. അത് ഗ്രേഡ് കൂടിയ ഒരു പേടിപ്പിക്കലാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ, നമ്മുടെ റിലേഷൻഷിപ്സിൽ ചില ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് പേടിപ്പിച്ച് കാര്യങ്ങൾ നടത്തുക. അപ്പോൾ ഇത് പല തരത്തിലുണ്ട്. ബന്ധങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള പേടികളുണ്ട്. മറ്റേയാളുടെ ഇഷ്ടം നഷ്ടപ്പെട്ടാലോ എന്നുള്ള പേടി. അപ്പോൾ ഇവിടെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. നിനക്കെന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇതെനിക്ക് വേണ്ടി ചെയ്തു തന്നേനെ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ കേട്ടേനെ. ഇങ്ങനെ പല പല തരത്തിലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്. പിന്നെ വേറെ ചിലരുടെ പേടി എന്താണെന്നോ, സൽപ്പേര് നഷ്ടപ്പെട്ടാലോ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ പേടിപ്പിക്കാൻ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്നോ, അവരെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തുക, വിമർശിക്കുക. അപ്പോൾ ഇതെല്ലാം പേടിച്ച് അവരും മറ്റുള്ളവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചെന്ന് വരാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വളരെ അടുത്ത ആളുകൾ, അല്ലെങ്കിൽ നിരന്തരം ഇടപഴകേണ്ടി വരുന്ന ആളുകൾ പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം. അതിന് ഇംഗ്ലീഷിൽ ഷൗട്ടിങ്, യെല്ലിങ് എന്നൊക്കെ പറയും. മലയാളത്തിൽ അലറി വിളിച്ച് സംസാരിക്കുക, ശബ്ദമെടുക്കുക. ഈ മാർഗം ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ട്. ഇത് പലപ്പോഴും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല, എപ്പോഴും ഒരു ഭയം ഉണ്ടാവും. കാരണം ഈ ഷൗട്ടിങ് എപ്പോൾ വേണമെങ്കിലും നടക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കരുതലോടുകൂടി ഇവരോട് പെരുമാറിയെന്ന് വരാം. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു തുറന്ന് പെരുമാറാൻ, സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാൻ പോലും സാധിക്കാതെ വരും. ഷൗട്ടിങ്ങിലൂടെ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നേരിടുന്നവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നേരിടുന്നവർക്കായിട്ടുള്ളതാണ് ഈ വീഡിയോ. ഈ സന്ദർഭത്തിൽ ഇപ്പോൾ മറ്റുള്ളവർ ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, ഇവിടെ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ നടത്താനുണ്ട്. അതായത് ദേഷ്യത്തിൻ്റെ ഒരു എക്സ്ട്രീം എക്സ്പ്രഷനാണ് ഈ ഷൗട്ടിങ്. ചിലരെങ്കിലും ഇതിൻ്റെ കൂടെ മറ്റേയാളിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചെന്ന് വരാം. അതൊരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല. വയലൻസ് നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ചിലപ്പോൾ അതിൻ്റെ ഗ്രേഡ് പതുക്കെ പതുക്കെ കൂടി വലിയ ദുരന്തങ്ങളിൽ ചെന്ന് കലാശിച്ചെന്ന് വരാം. അപ്പോൾ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും? വളരെ പ്രിയപ്പെട്ട ആളുകളാണെങ്കിൽ കൂടിയും നിയമ നടപടികൾ സ്വീകരിക്കണം. നമ്മളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലീസിൽ പരാതിപ്പെടേണ്ടി വരും, മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതിന് വേണ്ടപ്പെട്ട ആളുകളുടെ സപ്പോർട്ട് തേടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും പ്രായോഗികമാക്കാൻ ശ്രമിക്കേണ്ട. രണ്ടാമത്തെ കാര്യം, ഒരാൾ നമ്മളോട് ഇങ്ങനെ നിരന്തരം ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. അവർക്ക് നിരന്തരം ദേഷ്യമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നുണ്ടാകാം. അത് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ്. ഞാനൊരിക്കൽ ഒരു വീട്ടിലിരിക്കുമ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എല്ലാവരും ചാടി എഴുന്നേറ്റ് ഈ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ തുടങ്ങി. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മക്കൾ പറയുകയാണേ, അച്ഛൻ വരാറായി, അച്ഛൻ ഷൗട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ കണ്ടാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുക. ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അച്ഛൻ ഷൗട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. എങ്കിൽ പോലും അത് അവർക്ക് ഗുണകരമാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലാത്ത കാര്യമല്ലേ. അതുമാത്രമല്ല നമുക്ക് ഗുണകരമായ ഒരു കാര്യം കൂടിയാണത്. ചില ആളുകളുടെ ഷൗട്ടിങ്ങിന് അതൊക്കെയായിരിക്കും കാരണം. നമുക്ക് പെട്ടെന്ന് കറക്ഷൻ ഉണ്ടാക്കാവുന്ന ചില കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ നമ്മളോട് ഷൗട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും തിരിച്ച് ഷൗട്ട് ചെയ്യാനേ പോകരുത്. അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? വളരെ കാമായിട്ട് നന്നായിട്ട് അവർ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ കാമായിട്ടിരിക്കുക എന്നുള്ളത് എളുപ്പമൊന്നുമല്ല. അതിന് ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. എന്തോ കാരണം കൊണ്ട് മറ്റേയാൾ ഷൗട്ട് ചെയ്യുന്നു. അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് നമുക്ക് സംഭവിച്ചിട്ടില്ല. നമ്മൾ ഷൗട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അയാൾ ഷൗട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രകോപിതരായിട്ട് ഷൗട്ട് ചെയ്യുന്നതാണ്. അതിൽ യാതൊരു മീനിങ്ങും ഇല്ല. അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അയാൾക്ക് ഷൗട്ട് ചെയ്യാൻ വേണ്ടത്ര അവസരം കൊടുക്കുക. ചിലപ്പോൾ ഇത് പറഞ്ഞവർ പരിക്ഷീണരായി ശാന്തരാകുന്നതും കാണാം. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടിയെന്ന് വരാം. ഈ സമയത്തെല്ലാം നമ്മൾ അവരുമായിട്ട് ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യണം. അവരുടെ കണ്ണിലേക്ക് നോക്കി ഇരുന്ന് വളരെ ശ്രദ്ധാപൂർവ്വം അവർ പറയുന്നത് കേൾക്കുക. പക്ഷെ നമുക്ക് ഭാവവ്യത്യാസമൊന്നും ഉണ്ടാകാതെ ഇരിക്കുകയും വേണം. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പ്രാക്ടീസ് കൊണ്ട് ഇതൊക്കെ ശരിയാക്കാം കേട്ടോ. ഷൗട്ട് ചെയ്യുമ്പോൾ തൽക്കാലം നമ്മൾ മിണ്ടുന്നില്ല, അത്രയേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുകയും വേണം. ഇനി നാലാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മളിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റായിരിക്കാം ഈ ഷൗട്ടിങ്ങിനുള്ള കാരണം. ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഏറ്റവും നല്ലൊരു കാര്യം, തെറ്റ് സമ്മതിക്കുക, മാപ്പ് ചോദിക്കുക, തെറ്റ് തിരുത്താൻ തയ്യാറാവുക. ബുദ്ധിമുട്ടാണല്ലേ? ഇതൊക്കെ മനുഷ്യർക്ക് സാധ്യമായ കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമാണ്. അഞ്ചാമത്തെ കാര്യം, ചിലർ ഷൗട്ട് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനൊരിക്കലും വഴങ്ങരുത്. ഞാൻ പ്രിൻസിപ്പലായി ചാർജ് എടുത്ത 2ാമത്തെ ദിവസം ഞാനിങ്ങനെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ 2 വിദ്യാർത്ഥികൾ ഓടി റൂമിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഞങ്ങളിവിടെ ഇരുന്നോട്ടെ? അപ്പോൾ ഞാൻ അവരോട് ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. ക്യാമ്പസിൽ രാഷ്ട്രീയമുണ്ട്, പല വിഭാഗക്കാരുണ്ട്. അപ്പോൾ അവരുടെ എതിർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ മുറിയിലേക്ക് വന്നതാണ്. അവരവിടെ ഇരിക്കുമ്പോൾ അവരുടെ എതിരാളികൾ എൻ്റെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ നേരെ ആക്രോശിച്ചു, അവരെ ഇറക്കി വിടണം, ഇങ്ങനെ ഇരുത്താൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ നല്ല ഇമോഷണൽ കൺട്രോളോടുകൂടി സ്ട്രോങ് ആയിട്ട് അവരോട് പറഞ്ഞു, ഞാനിവിടുത്തെ പ്രിൻസിപ്പലാണ്, എൻ്റെ മുറിയിൽ ആരെ ഇരുത്തണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളല്ല. പിന്നെയും അവർ ഷൗട്ട് ചെയ്തപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. അന്ന് പോലീസ് വന്ന് പ്രശ്നം പരിഹരിച്ചു. പിന്നെ 1-2 തവണ വീണ്ടും അവരിങ്ങനെ എൻ്റെ നേരെ ഷൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഈ നിലപാട് സ്വീകരിച്ചു. പിന്നെ പതുക്കെ അതൊക്കെ ഇല്ലാതെയായി. കോളേജിൽ സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം നിലനിർത്താൻ എനിക്ക് കഴിഞ്ഞു. ഇപ്പോഴും അതേക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അങ്ങനെ കുട്ടികളുമായിട്ട് നല്ല സൗഹൃദത്തിലായി. ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ടീച്ചർ, ഞങ്ങൾ ഏത് പുതിയ പ്രിൻസിപ്പൽ വരുമ്പോഴും ഒരു ടെസ്റ്റ് ഡോസ് ഇടും. ഷൗട്ടിങ്ങിലൂടെ ബഹളം വെച്ച് കാര്യങ്ങൾ നടത്താൻ പറ്റുമോ എന്ന് നോക്കും. അപ്പോൾ ടെസ്റ്റ് ഡോസിൽ പ്രിൻസിപ്പൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മാർഗം അതായിരിക്കും. ടീച്ചറിൻ്റെ അടുത്തത് നടന്നില്ല. കുട്ടികളായാലും ലൈഫ് പാർട്ട്ണറായാലും ബഹളം വെക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ശീലവും നമ്മൾ വളർത്തിയെടുക്കാൻ പാടില്ല. 6ാമത്തെ കാര്യം, ഈ ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു കാരണം എന്താണെന്നോ, മറ്റുള്ളവരിതൊക്കെ അറിയുന്നത് നാണക്കേടാണെന്നുള്ളൊരു ചിന്തയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഷൗട്ട് ചെയ്യുന്ന ആൾക്കാണ് നാണക്കേട്. മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ള നാണക്കേടിൽ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇവരുടെ ഈ ശീലത്തെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ഇവിടെ നാണക്കേട് ഉണ്ടാകേണ്ടത് ഷൗട്ട് ചെയ്യുന്ന ആളുകൾക്കാണ്, അല്ലാതെ മറ്റുള്ളവർക്കല്ല. വന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഷൗട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവരറിയുന്നില്ല ഇത് അവരെ വളരെ മോശക്കാരാക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന്. ഈയിടെ വാട്സപ്പിൽ എൻ്റെ ഒരു സുഹൃത്ത്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഷൗട്ട് ചെയ്യുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ പലരും അത് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, അവരിത്ര മോശക്കാരിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ നമ്മളെ എക്സ്പോസ്ഡ് ആവുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ. ദേ കട്ട് എ സോറി ഫിഗർ എന്ന് കേട്ടിട്ടില്ലേ? 7ാമത്തെ കാര്യം, ഈ മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ ഈ ഷൗട്ട് ചെയ്യുന്ന മിക്ക ആളുകളും ഭീരുക്കളായിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ വഴി നോക്കിയാനെ. ഈ ഓലപ്പാമ്പുകളെ കണ്ട് പേടിക്കുന്ന പോലെയാണ് ഈ ഷൗട്ടിങ് ആളുകൾ ഭയപ്പെടുന്നത്. ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം മരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്.
അതുപോലെ തന്നെയാണ് ഈ അപവാദങ്ങൾ പ്രചരിപ്പിക്കില്ലേ, അവർ വളരെ ഭീരുക്കളാണ്. ചില ആളുകൾ ചെയ്യുന്നത്, അവർ പ്രത്യക്ഷത്തിലൊന്നും പറയില്ല, അവർ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ എത്ര ഭീരുവായതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഷൗട്ടിംഗ് എന്നുള്ള ഓലപ്പാമ്പിനെ ഭയപ്പെടില്ല, അത് കണ്ട് വിഷമിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യണം. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുക. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്